ചെന്നൈയിൽ ബീഹാറിൽ നിന്നുള്ള 3 അംഗ കുടുംബം കൊല്ലപ്പെട്ടത് അത് വഴിത്തിരിവ് എന്താണെന്നോ പീഡന ശ്രമം തടയുന്നതിനിടെയാണ്. പ്രതികൾ 5 പേരും മരിച്ചയാളുടെ സുഹൃത്തുക്കൾ. ബീഹാർ സ്വദേശി ഗൗരവ് കുമാർ. ആ ഗൗരവ് കുമാറിന്റെ മൃതദേഹം അടയാറിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയതിൽ വലിയ വഴിത്തിരിവാണ് പിന്നീടുണ്ടായത്. ഇയാളുടെ ഭാര്യയെയും 2 വയസ്സുള്ള മകനെയും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള 5 അംഗ സംഘമാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കുട്ടിയുടെ മൃതദേഹം മധ്യ കൈലാസിൽ നിന്ന് കണ്ടെത്തി. പക്ഷേ ആ ഭാര്യയുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതിനായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചപ്പും ചവറും കൂത്തിയിടുന്ന വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഇടത്ത് ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെയാണ് പ്രതികൾ പറയുന്നത്. അവിടെ ഊർജിതമായ തെരച്ചിൽ നടക്കുകയാണ്. പക്ഷേ ഇനിയും ആ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബീഹാർ സ്വദേശികൾ തന്നെയാണ് ഈ പ്രതികൾ. അത് ഗൗരവിന്റെ അല്ലെങ്കിൽ ആ മരിച്ച ഭർത്താവിന്റെ സുഹൃത്തുക്കളാണ് 5 പേർ. 5 പേരും തൊഴിലാളികളായി എത്തിയതാണ് ചെന്നൈയിൽ. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിൽ നിന്ന് ജോലി തേടി കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഈ ഗൗരവ് കുമാറും ഈ ഭാര്യയും ആ കുഞ്ഞു മകനും ചെന്നൈയിലെത്തുന്നത്. അതിനിടയിലാണ് ഈ കൊലപാതകം. ഗൗരവിന്റെ ഭാര്യയ്ക്കെതിരെ സുഹൃത്തുക്കൾ നടത്തിയ ലൈംഗിക അതിക്രമ ശ്രമം അത് തടഞ്ഞതാണ് ആദ്യ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഗൗരവനെ കൊലപ്പെടുത്തി ആദ്യം, അതിനുശേഷം ഭാര്യയെ പീഡിപ്പിച്ചു കൊല്ലുകയായിരുന്നു. ഈ കുഞ്ഞു മകനുണ്ടല്ലോ, അവനെ നിലത്ത് അടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ഈ പ്രതികൾ പറഞ്ഞത്. മൃതദേഹങ്ങൾ ചാക്കുകളിലാക്കി പലയിടങ്ങളിൽ തള്ളിയെന്ന ഈ അറസ്റ്റിലായ ശേഷം പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച അടയാറിൽ നിന്നാണ് ഗൗരവ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയതെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഒരു മൊബൈൽ നമ്പർ കണ്ടെത്തിയിരുന്നു. ആ എഴുതിയൊരു കടലാസ്, ആ നമ്പറുമായി കേന്ദ്രീകരിച്ചെടുത്ത അന്വേഷണം അതാണ് വഴിത്തിരിവായത്. ഗൗരവ് അടയാറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ചു പോയിരുന്നു. എന്നാൽ പക്ഷേ അവിടെ ഒഴിവില്ല എന്ന് അവർ അറിയിച്ചു. അങ്ങനെ പോലീസ് അടുത്ത അന്വേഷണത്തിലേക്ക് കടന്നു. പിന്നീട് മനസ്സിലായി ഗൗരവ് ഒരു പോളിടെക്നിക് കോളേജിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരുന്നുവെന്ന്. അവിടുത്തെ ക്യാമ്പസിലാണ് ഗൗരവ് കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്നത്. ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 5 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് കൂടുതൽ തെരച്ചിൽ നടത്തി. അങ്ങനെയാണ് ബുധനാഴ്ച പ്രതികളെ പിടികൂടുന്നത്. ഈ അപ്പാർട്ട്മെന്റിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഗൗരവിന്റെ മൃതദേഹം കണ്ടെത്തി. അതിനോട് സമീപമായി തന്നെ 2 പേർ ഒരു ഇരുചക്ര വാഹനത്തിൽ ചാക്കുകെട്ടുമായി എത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. അങ്ങനെയാണ് കേസിൽ തുമ്പുണ്ടാവുന്നത്. വണ്ടിയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബീഹാർ സ്വദേശികളായിട്ടുള്ള ആളുകൾ പിടിയിലായി. ഗൗരവന്റെ ഭാര്യയുടെ മൃതദേഹം മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുങ്കുടി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.